അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓരോ നിമിഷവും പുതിയ സാങ്കേതിക വിദ്യകളും മാറ്റങ്ങളും നമ്മെ തേടിയെത്തുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് സ്വന്തം മനസ്സിൻ്റെ സമാധാനമാണ്. തിരക്ക് പിടിച്ച ജീവിതശൈലിയും ജോലിയുടെ സമ്മർദ്ദവും മനുഷ്യനെ അകാലത്തിൽ വാർദ്ധക്യത്തിലേക്കും മാനസിക തളർച്ചയിലേക്കും നയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ശാന്തിയും സമാധാനവും തേടി ലോകമെമ്പാടുമുള്ള ആളുകൾ കോയമ്പത്തൂരിലെ വെള്ളിയാഗിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഇഷായോഗ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. യോഗയും ധ്യാനവും കേവലം വ്യായാമ മുറകളല്ല എന്നും അവ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അറിവുകളാണ് എന്നും ഇഷ തെളിയിക്കുകയാണ്. ഒരു സാധാരണ ആശ്രമം എന്നതിലുപരി ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്നവർക്കും ശാരീരികവും മാനസികവുമായ ഉന്മേഷം ആഗ്രഹിക്കുന്നവർക്കും ഒരു വലിയ അഭയസ്ഥാനമായി ഇഷ മാറിക്കഴിഞ്ഞു. ജീവിതത്തിൻ്റെ സങ്കീർണതകൾക്കിടയിൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ച് മിക്കവർക്കും വ്യക്തമായ ധാരണയില്ല. ആഹാരം, ഉറക്കം, ജോലി എന്ന വൃത്തത്തിനുള്ളിൽ കറങ്ങുന്ന മനുഷ്യൻ തൻ്റെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം പ്രസക്തമാകുന്നത്. ഇഷ യോഗ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങളിലൊന്ന് ഇന്നർ എഞ്ചിനീയറിംഗ് അഥവാ ആന്തരികമായ രൂപകൽപ്പനയാണ്. പുറം ലോകത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നാം കാണിക്കുന്ന താൽപ്പര്യം നമ്മുടെ ആന്തരിക അവസ്ഥ മെച്ചപ്പെടുത്താൻ കാണിക്കുന്നില്ല എന്നത് ഒരു വലിയ പോരായ്മയാണ്. ശരീരത്തെയും പ്രാണനെയും മനസ്സിനെയും ഒരു നിശ്ചിത ക്രമത്തിൽ വിന്യസിക്കുന്നതിലൂടെ ഏത് പ്രതിസന്ധിയിലും തളരാതെ ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് ഇഷയിലെ ആത്മീയ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഗിരി മലനിരകളുടെ പ്രകൃതി ഭംഗിയും അവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും ഇഷയിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയെയും ആദ്യം തന്നെ ആകർഷിക്കും. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഈ മലനിരകൾ പുരാതന കാലം മുതൽക്കേ സിദ്ധന്മാരും യോഗികളും തപസ്സിനായി തിരഞ്ഞെടുത്ത ഇടമാണ്. ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ഊർജം സന്ദർശകരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന നഗരവാസികൾക്ക് ഇവിടം ഒരു സ്വർഗതുല്യമായ അനുഭവമാണ് നൽകുന്നത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ ശൈലിയും ചുറ്റുമുള്ള പച്ചപ്പും മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്നു. ഇഷയിലെത്തുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന ആ സമാധാനം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് കാണാം. യോഗ എന്നത് പലരും കരുതുന്നത് പോലെ ശരീരത്തെ പല കോണുകളിൽ വളയ്ക്കുന്ന വിദ്യയല്ല. അത് പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇഷയിൽ പഠിപ്പിക്കപ്പെടുന്ന ശാംഭവി മഹാമുദ്ര പോലുള്ള ക്രിയകൾ ശാസ്ത്രീയമായി തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മാത്രമല്ല, കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയയെ സാവധാനത്തിലാക്കാനും ഇത്തരം യോഗാസനങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇഷയിൽ സ്ഥിരമായി യോഗ പരിശീലിക്കുന്നവർ കൂടുതൽ പ്രായം തോന്നിക്കാത്തവരും ഊർജ്ജസ്വലരുമായി കാണപ്പെടുന്നത്. മനസ്സ് സന്തോഷമായിരിക്കുമ്പോൾ ശരീരത്തിലെ ഓരോ കോശവും ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. ധ്യാനലിംഗമാണ് ഇഷയുടെ ഹൃദയമിടിപ്പ് എന്ന് പറയാം. യാതൊരു മതപരമായ ചടങ്ങുകളും ഇല്ലാത്ത ധ്യാനത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ട ഒരിടമാണിത്. ധ്യാനലിംഗത്തിനുള്ളിലെ നിശബ്ദത ഏതൊരു വ്യക്തിയെയും തൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അവിടെ ഇരിക്കുന്ന 10-15 മിനിറ്റുകൾ ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാവുന്ന ഒരു ആത്മീയ അനുഭവമായി മാറുന്നു. ലിംഗഭൈരവിയുടെ സാന്നിധ്യം ഭക്തിയുടെയും സ്ത്രീ ശക്തിയുടെയും പ്രതീകമായി അവിടെ നിലകൊള്ളുന്നു. ആചാരങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ വൈകാരികമായ ഉന്നമനത്തിന് ഈ ഇടങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയ തോൽവികൾ നേരിട്ടവർക്കും വിഷാദരോഗം അനുഭവിക്കുന്നവർക്കും ഇഷ ഒരു വലിയ ആശ്വാസ കേന്ദ്രമാകുന്നത് ഈ പ്രത്യേക അന്തരീക്ഷം കൊണ്ടാണ്. മനുഷ്യനെ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ സഹായിക്കുന്നത് ആനന്ദം എന്ന അവസ്ഥയാണ്. പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഉള്ളിൽ നിന്നും അനുഭവിക്കുന്ന ആനന്ദം ശാശ്വതമാണ്. ഈ ആന്തരിക ആനന്ദത്തെ കണ്ടെത്താനുള്ള വഴികളാണ് ഇഷയിലെ ഓരോ പരിപാടികളും ലക്ഷ്യമിടുന്നത്. ആഹാരക്രമം മുതൽ ഉറക്കത്തിൻ്റെ രീതി വരെ ശാസ്ത്രീയമായി പുനർക്രമീകരിക്കുന്നതിലൂടെ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നു.
മിതമായ ആഹാരവും കൃത്യമായ വിശ്രമവും യോഗാഭ്യാസവും ചേരുമ്പോൾ ശരീരം ഒരു പുതിയ യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഇത് കേവലം ഒരു ആത്മീയത മാത്രമല്ല, ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. ഈശോയെ മറ്റാശ്രമങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അവിടുത്തെ ആധുനികമായ സമീപനമാണ്. ആത്മീയതയെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സദ്ഗുരുവിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സാധിച്ചിട്ടുണ്ട്. വോളണ്ടിയർമാരുടെ നിസ്വാർത്ഥമായ സേവനമാണ് ഈശോയുടെ മറ്റൊരു പ്രത്യേകത. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാർത്ഥികളുമൊക്കെ അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ആ സംതൃപ്തിയാണ് ഓരോ വോളണ്ടിയറുടെയും മുഖത്തെ ചിരിക്ക് പിന്നിലെ രഹസ്യം. ഈ സേവന മനോഭാവം സന്ദർശകരിലേക്കും പടരുന്നു. അതവരെ കൂടുതൽ എളിമയുള്ളവരാക്കി മാറ്റുന്നു. വാർദ്ധക്യം എന്നത് കേവലം ശരീരത്തിൻ്റെ അവസ്ഥയല്ല, മറിച്ച് മനസ്സിൻ്റെ തളർച്ചയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഇല്ലാതാകുമ്പോഴും ജീവിതത്തിലെ കൗതുകം നഷ്ടപ്പെടുമ്പോഴുമാണ് ഒരാൾ വയസ്സനായി മാറുന്നത്. ഈശോയിലെ യോഗയും ധ്യാനവും ഒരാളിലെ കൗതുകത്തെ വീണ്ടും ഉണർത്തുന്നു. ഓരോ ദിവസവും പുതിയൊരു തുടക്കമായി കാണാൻ ആത്മീയത അവരെ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് ഈശോയിലെത്തുന്നവർ വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, തങ്ങളെ തന്നെ പുതുക്കി പണിയാനുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടിയാണ്. ശാന്തിയും സമാധാനവും മറ്റൊരിടത്ത് നിന്നും വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല എന്നും അത് സ്വന്തമായി ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇഷായോഗ കേന്ദ്രം എന്നത് തിരക്കുപിടിച്ച ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ശ്വസന ഇടമാണ്. അവിടെയുള്ള ഓരോ മണൽത്തരിയും ഓരോ മരവും സമാധാനത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി അർത്ഥവത്തായ ഒരു മാറ്റം ജീവിതത്തിൽ വേണം എന്നാഗ്രഹിക്കുമ്പോൾ ഈശ ഒരു അഭയമായി മാറുന്നു. യോഗയും ധ്യാനവും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ വാർദ്ധക്യത്തെ അകറ്റി നിർത്താനും എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കാനും നമുക്ക് സാധിക്കും. സമാധാനം എന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാകണം എന്നാണ് ഈശോ നൽകുന്ന വലിയ പാഠം. സ്വന്തം ആന്തരിക ലോകത്തെ ക്രമപ്പെടുത്താൻ തയ്യാറുള്ള ആർക്കും ഈശോയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു.